എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ശ്രീ ശങ്കരാചാര്യ സ്വാമിജികളെക്കുറിച്ചുള്ള ഒരു കഥയാണ് പറയാൻ പോകുന്നത്. പ്രതിസന്ധിയും കുഴപ്പങ്ങളും പിടിച്ച യുഗത്തിലാണ് ശങ്കരൻ പൂജാതനായത്. ഭഗവാൻ ശിവശങ്കരൻ്റെ അനുഗ്രഹത്താലാണ് ശങ്കരൻ്റെ ജനനം. ശിവ ചൈതന്യം കൂടി ശങ്കരനിലുണ്ടായിരുന്നു. ജനങ്ങൾക്ക് മനസ്സിനും ചിന്തയ്ക്കും ഏറ്റിരുന്ന മുറിവുകൾ ഉണക്കാൻ ആത്മീയ വിജ്ഞാനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും മാർഗദർശനം നൽകാനായി അദ്ദേഹത്തിൻ്റെ ഹ്രസ്വമായ ജീവിതം വിനിയോഗിച്ചത്. 32 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. കേരളത്തിലെ കാലടി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നത്. എന്നാൽ അവിടെയല്ല അദ്ദേഹം ജനിച്ചത്. വെളിയനാട്ടിലെ മേൽപ്പാഴൂർ മനയിലായിരുന്നുവെന്നും പഴയ ഒരു ചരിത്രത്തിൽ പറയുന്നു. പിന്നീട് കാലടിയിൽ എത്തിയതെന്ന് പറയുന്നു. എങ്കിലും കേരളത്തിലുള്ളവരെക്കാളും കേരളത്തിൻ്റെ പുറത്തുള്ളവർക്കാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. കാലടി എന്ന പേരുണ്ടായത് ശ്രീ ശങ്കരനിലൂടെയാണ്. ശശലം എന്നായിരുന്നു കാലടിയുടെ പഴയ നാമം. ശങ്കരൻ്റെ മാതാവ് താമസിക്കുന്ന സ്ഥലത്തിന് കുറച്ചകലെയുള്ള പെരിയാർ ആയിരുന്നു കുളിക്കാൻ പോയിരുന്നത്. അമ്മ കുളിക്കാനായിട്ട് പോരുന്നത് പെരിയാറിലായിരുന്നു. അന്ന് പെരിയാറിന് പൂർണ്ണാനദി എന്നായിരുന്നു നാമം. ഒരു ദിവസം അമ്മ അങ്ങനെ ആ പൂർണ്ണാനദിയിൽ കുളിച്ചിട്ട് വരുന്ന വഴിയിൽ കുഴഞ്ഞു വീണു. അത് കണ്ട് കൊച്ചു ശങ്കരൻ, കുട്ടിയായിരുന്നു അന്ന് ശങ്കരൻ അത് കണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, കുഞ്ഞേ ശങ്കര, നീ എന്തിനാണ് കരയുന്നത്? നിന്റെ വിഷമം ഞാൻ മാറ്റിത്തരാം. എവിടെയാണ് നദി ഗതി മാറി എത്തേണ്ടത്? അവിടെ നിന്റെ കാലടികൾ കൊണ്ട് വരച്ചോളൂ, നദി അവിടെ എത്തും എന്ന് ശങ്കരനോട് സമാധാനിപ്പിച്ചു. അങ്ങനെ ശങ്കരൻ വീടിൻ്റെ അടുക്കലുള്ള സ്ഥലത്ത് നദിയെ എത്തിക്കുന്നതിന് വേണ്ടി ആ സ്ഥലത്ത് തൻ്റെ കാലുകൊണ്ട് വരഞ്ഞു. അങ്ങനെ നദി അവിടെ എത്തി. ശങ്കരൻ കാലുകൊണ്ട് അടിയിട്ട സ്ഥലത്ത് കാലടി എന്ന പേര് വന്നു. അവിടെ ആ നദി എത്തി. അങ്ങനെ അമ്മയ്ക്ക് കുളിക്കാനായിട്ട് ശങ്കരൻ ആ നദിയെ അമ്മയുടെ താമസ സ്ഥലത്തിൻ്റെ അടുക്കലെത്തിയെന്ന് പറയുന്നു. അങ്ങനെ കാലുകൊണ്ട് ആ വരയിട്ട ഭാഗത്ത് നദി എത്തി. അങ്ങനെയാണ് കാലടി എന്ന് പേര് വന്നതെന്നാണ് പറയുന്നത്. പിന്നീട് ശങ്കരനെക്കുറിച്ചുള്ള ഒരു കഥ പറയാം. അത്ഭുതകരമായ ഒരു കഥയാണ്. വിദ്യാർത്ഥി ജീവിതത്തിലുണ്ടായ ഒരു അത്ഭുതമാണ്. ശങ്കരൻ വിദ്യാഭ്യാസത്തിനായി ഗുരുകുലത്തിൽ താമസിക്കുന്ന സമയം ബ്രഹ്മചാരികളായ കുട്ടികൾ അന്ന് ഭിക്ഷ അയച്ചുകൊണ്ട് വരുമായിരുന്നു. ഗുരുകുലത്തിൽ താമസിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഒരു ദിവസം ശങ്കരൻ ഭിക്ഷ അയച്ചൊരു ഗൃഹത്തിലെത്തി. അമ്മേ, എന്തെങ്കിലും ഭിക്ഷ നൽകാമോ എന്ന് വിളിച്ചു ചോദിച്ചു. ഭിക്ഷാന്തേഹി എന്ന്. ഗൃഹനാഥന് ആണെങ്കിൽ അന്നത്തേക്ക് എന്തെങ്കിലും ആഹാരത്തിനുള്ള വക കണ്ടെത്തുന്നതിനായിട്ട് ഭിക്ഷയ്ക്ക് പോയിരിക്കുകയാണ് ആ ഗ്രഹത്തിലെ ഗൃഹനാഥൻ. ആ ബ്രാഹ്മണ ഗ്രഹത്തിലെ ബ്രാഹ്മണപത്നി ഈ ഭിക്ഷാന്തേഹി എന്ന ശബ്ദം കേട്ട് പുറത്തു വന്നു. കൊച്ചുകുട്ടി ഭിക്ഷയ്ക്കായി നിൽക്കുന്നത് കണ്ട് ആ അമ്മയ്ക്ക് സങ്കടം വന്നു. ഭഗവാനെ, ഇവിടെ ഒരു മണി അരിയോ മറ്റൊന്നും തന്നെ ഇല്ല. ഈ കുഞ്ഞിന് ഞാൻ എന്ത് നൽകും എന്ന് ആ അമ്മയ്ക്ക് സങ്കടം തോന്നി. അമ്മ എങ്കിലും അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് ഗ്രഹത്തിലെത്തി. അവിടെ മുഴുവൻ നടന്ന് നോക്കി, എങ്ങും ഒരു സാധനവും കാണുന്നില്ല. അവരെങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു ഭരണിയിൽ കുറച്ച് ഭരണികൾ ഇരിക്കുന്നു. എങ്കിൽ ആ ഭരണിയും കൂടി തുറന്ന് നോക്കാം എന്ന് കരുതി ആ ഭരണി തുറന്ന് നോക്കിയപ്പോൾ അതിൽ ഉപ്പിലിട്ട ഒരു നെല്ലിക്ക കിടക്കുന്നു. ആ അമ്മ ആ നെല്ലിക്ക കയ്യിലെടുത്തുകൊണ്ട് വന്ന് ശങ്കരൻ്റെ കയ്യിൽ കൊടുത്തു. കുഞ്ഞ് ശങ്കരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കുഞ്ഞേ, ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ, ഈ ഒരു നെല്ലിക്ക മാത്രമേ ഉള്ളൂ, ഇത് സ്വീകരിക്കൂ, വേറെ ഒന്നും ഈ അമ്മയ്ക്ക് നൽകാനില്ല എന്ന് കണ്ണുനീരോടെ പറഞ്ഞുകൊണ്ട് അവരത് നൽകി. എല്ലാവരിലും കരുണയും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ശങ്കരൻ ആ അമ്മയുടെ ഭക്തിയിലും സങ്കടത്തിലും മനസ്സ് ചഞ്ചലമായി. അല്പം കൊണ്ടുപോലും സന്തോഷിക്കുന്ന അദ്ദേഹം ധനത്തിൻ്റെ അധിപതിയായ ആ ധനലക്ഷ്മിയോട്, ദേവിയോട് പ്രാർത്ഥിക്കുന്നു, അമ്മേ, ഈ ദമ്പതികളെ അനുഗ്രഹിക്കണേ, ഇവരുടെ ദാരിദ്ര്യം മാറ്റിക്കൊടുക്കണേ എന്ന്. അങ്ങനെ ദേവി അവർക്ക് അനുഗ്രഹം ചൊല്ലി. ഭിക്ഷ ഒന്നും ലഭിക്കാതെ മടങ്ങിയെത്തിയ അവരുടെ ഭർത്താവ് അപ്പോഴാണ് ആ അത്ഭുതം കണ്ടത്. അവിടെ അതാ സ്വർണ്ണ നെല്ലിക്ക വർഷിക്കുന്നു. സ്വർണം കൊണ്ടുള്ള നെല്ലിക്ക മഴ ശങ്കരൻ്റെ പ്രാർത്ഥനയിൽ പ്രസാദിക്കുന്നു. എന്നിട്ട് ഒരു പച്ച നെല്ലിക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നൽകിയതിന് പകരം പക്ഷേ അതെങ്ങനെയാണ് നൽകിയതെന്ന് അറിയാമോ? ഇത് മാത്രമേ ആ കുഞ്ഞിന് കൊടുക്കുവാൻ ഉള്ളല്ലോ എന്ന സങ്കടവും വെറും കൈയോടെ മടക്കി അയക്കേണ്ടി വന്നില്ലല്ലോ എന്ന് ഭഗവാനോട്
പ്രാർത്ഥിച്ചു, ഭഗവാനെ അവിടുത്തെ കൃപ കൊണ്ട് ഒരു നെല്ലിക്കയെങ്കിലും കിട്ടിയല്ലോ, അതെങ്കിലും ആ കുഞ്ഞിന് കൊടുക്കാൻ സാധിച്ചല്ലോ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് അത് കൊടുത്തത്. എന്നിട്ട് ആ ദമ്പതികൾ ആ ദൈവിക ബാലനെ ആരാധിച്ചു. അവർക്ക് മനസ്സിലായി ഇത് സാധാരണ ബാലനല്ല, അല്ലെങ്കിൽ ഈ സ്വർണ്ണ മഴ പെയ്യുമോ. അങ്ങനെ അവർ ആ ദൈവിക ബാലനെ ആരാധിച്ചു. ഇതാണ് ആ സ്തുതി. ശങ്കരൻ തൻ്റെ ധനലക്ഷ്മിയെ, ആ സരസ്വതീ ദേവിയെ സ്തുതിച്ച് പാടിയ പാട്ടാണ് കനകധാരാസ്തവം എന്ന പേരിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാവ്യമാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് മാതൃപഞ്ചകം. അദ്ദേഹം ആദ്യം എഴുതിയ സ്തോത്രമാണ് ഈ ദേവിയെക്കുറിച്ച് പാടിയ കനകധാരാസ്തവം. പിന്നീട് അദ്ദേഹം മാതൃപഞ്ചകം എന്ന ഒരു പലതെണ്ണം എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മാതൃപഞ്ചകം. തൻ്റെ അമ്മ അനുഭവിക്കുന്ന, തന്നെ ഗർഭപാത്രത്തിൽ ചുമന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ അമ്മ അനുഭവിക്കുന്ന വേദനകളെ, തൻ്റെ അമ്മ എന്തെല്ലാം ത്യാഗം സഹിച്ചാണ് തനിക്ക് ജന്മം നൽകിയത്. ആ അമ്മ എത്ര ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ തനിക്ക് വേണ്ടി വേണ്ടാന്ന് വെച്ചു. തൻ്റെ ഗർഭപാത്രത്തിലിരിക്കുന്ന കുഞ്ഞിന് അത് ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് വിചാരിച്ച് ഒരുപാട് കാര്യങ്ങൾ ആ അമ്മ ത്യജിച്ചു എന്ന് ആ മാതൃപഞ്ചകത്തിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ കൂടുതൽ വിശദമാക്കുന്നില്ല, അത് പിന്നീട് ഒരിക്കലാകാം. കളങ്കമില്ലാത്ത ഭക്തിയുള്ളവർക്ക് ഒരിക്കലും മറ്റുള്ളവരോട് ക്രൂരമായി പെരുമാറാൻ കഴിയത്തില്ല. അവർക്കങ്ങനെ ചെയ്യാൻ മനസ്സ് വരത്തേയില്ല. ഭഗവാനെ നല്ലത് പറയാനും പ്രവർത്തിക്കാനുമേ എൻ്റെ മനസ്സിനെ തോന്നിക്കാവൂ എന്ന് നമ്മൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുക. എല്ലാവർക്കും അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ, ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തി ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഒരിക്കലും ക്രൂരഭാവത്തിലോട്ട് പോകത്തില്ല. നമുക്ക് എല്ലാവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറാനേ പറ്റും. അതുകൊണ്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം, ഭഗവാനെ എനിക്ക് എല്ലാവരോടും സ്നേഹത്തോടും ഒക്കെ പെരുമാറാൻ കഴിയണേ എന്ന് പറയണം. അദ്ദേഹം പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാക്രമങ്ങളൊക്കെ, വൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാക്രമങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയത് ഇദ്ദേഹമാണ്. ഇന്നും അതാണ് തുടരുന്നതെന്ന് പറയുന്നു. കുടജാത്രിയിൽ തപസ് ചെയ്യുന്ന സമയത്ത് പ്രത്യക്ഷപ്പെട്ട ചൈതന്യമാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ എത്തിയതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതൊക്കെയാണ് ആ കഥ. നെല്ലിക്കയുടെ കഥ പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ആ ഭഗവത് പാദങ്ങളിൽ നമസ്കരിച്ച് പറയുക. അദ്ദേഹം എപ്പോഴും പറയും, നമുക്ക് നല്ലത് ചെയ്യാൻ തോന്നിക്കണം, നല്ലത് പ്രവർത്തിക്കാൻ തോന്നിക്കണം, അപ്പം നമുക്ക് ആരോടും ക്രൂരമായി ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാകത്തില്ല. അങ്ങനെ നമ്മളെല്ലാം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുക. അങ്ങനെ നല്ല കുട്ടികളായി വളരുക. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മഹാത്മാക്കളുടെ കഥകളൊക്കെ വായിച്ച് നിങ്ങളൊക്കെ നല്ല കുട്ടികളായിട്ട് വളരണം. ഇനിയും ഒരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമസ്കാരം.